നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പി ഹോർമോൺസ് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് സെക്ഷൽ ആക്ടിവിറ്റി. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റ് നല്ല ആവി പറക്കുന്ന ബിരിയാണി ഉണ്ടെന്ന് വിചാരിക്കാം. എന്നോട് ആരും പറയണ്ട അത് ബിരിയാണിയാണെന്നൊന്നും പറയണ്ട, എൻ്റെ വായിൽ നാച്ചുറലി വെള്ളം വരും. ബിക്കോസ് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ലൂബ്രിക്കേഷൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആണ് ഈ ജെന്റിൽ മസാജ്. ഈ മസാജ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ സെക്ഷൽ മസാജ് ഉണ്ട്, സെക്ഷൽ മസാജ് ഉണ്ട്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ് JMP മെഡിക്കൽ സെൻ്ററിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായി ഗൈനക്കോളജിയിൽ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഏകദേശം 20,000 ഡെലിവറി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റെ കാര്യം ഓർക്കുമായിരുന്നു. അവർ ഗൾഫിൽ വർക്ക് ചെയ്യുന്നൊരു നേഴ്സാണ്, അറൗണ്ട് 35. അപ്പോൾ അവർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗൾഫിൽ നിന്ന് ഹസ്ബൻഡും പിള്ളേരും നാട്ടിലാണ്. വന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒട്ടും സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഒട്ടും ലൂബ്രിക്കേഷൻ ഇല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് തന്നെ, ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പിൽ തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. ഹാപ്പി ഹോർമോൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോപ്പമിൻ, സെറട്ടോണിൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ഹോർമോൺസ് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് സെക്ഷൽ ആക്ടിവിറ്റി. ഇത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിനെ വേർതിരിക്കുന്നത്. ബിക്കോസ് ആനിമൽ സെക്ഷുവാലിറ്റിയിൽ അവിടെ ഒരു റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളൊരു കർമ്മം മാത്രമേ നടക്കുന്നുള്ളൂ. ഹ്യൂമൻ ബീയിങ്സിൽ മാത്രമാണ് ഇതിനൊരു റിക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഹോർമോൺസിൻ്റെ ഒരു സോഴ്സായിട്ടിത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കേസിൽ ഈ 35 വയസ്സുകാരിയുടെ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് പല കാര്യങ്ങൾ അവരുടെ തലയിൽ കൂടെ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ നാട്ടിൽ വരുന്ന 1 മാസം കൊണ്ട് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അവർ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ മൈൻഡ് ഫുള്ളി ഓക്യുപ്പൈഡ് വിത്ത് സോ മെനി അതർ തിങ്സ് ആണ്. അപ്പോൾ അവർ ഈ ഒരു ഇതിൽ മൈൻഡ്ഫുൾനെസ് ഇല്ല, ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ വാട്ട് ദേ ആർ ഡൂയിങ്. മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് നാളെ അവിടെ ചെയ്യണം, അവിടെ ഓഫീസിൽ പോകണം, ഈ ലൈസൻസ് മേടിക്കണം, അങ്ങനെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നു. അങ്ങനെ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് മൈൻഡ് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടും പലപ്പോഴും ആ ലൂബ്രിക്കേഷൻ വരുന്നില്ല. അപ്പം ഞാൻ യൂഷ്വലി പറയാറുള്ളൊരു കോമൺ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റ് നല്ല ആവി പറക്കുന്ന ബിരിയാണി ഉണ്ടെന്ന് വിചാരിക്കാം. എന്നോട് ആരും പറയണ്ട അത് ബിരിയാണിയാണെന്നൊന്നും പറയണ്ട, എൻ്റെ വായിൽ നാച്ചുറലി വെള്ളം വരും. ബിക്കോസ് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻസേഷൻ എൻ്റെ മൂക്കിൽ കൂടെ എൻ്റെ ഓഡിറ്ററി നെർവ്സൊക്കെ സെൻസ് ചെയ്ത് കഴിയുമ്പോൾ വായിൽ നാച്ചുറലായിട്ട് വെള്ളം വരും. അതേമാതിരി തന്നെയാണ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഈ നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ലൂബ്രിക്കേഷൻ വരും. ലൂബ്രിക്കേഷൻ വരുന്നില്ലെങ്കിൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വാണ്ടർ ചെയ്യുന്നുണ്ട്, നമ്മൾ വേറെ പല കാര്യങ്ങളിലും നമ്മുടെ മൈൻഡ് സ്റ്റക്കാണെങ്കിൽ ലൂബ്രിക്കേഷൻ വരില്ല. ഇതേമാതിരി തന്നെ മസാജ് വരില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ് ഈ ജെന്റിൽ മസാജ്. ഈ മസാജ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ സെക്ഷൽ മസാജ് ഉണ്ട്, സെക്ഷൽ മസാജ് ഉണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡീന് ഏറ്റവും കൂടുതൽ ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ ലവ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മസാജ്. നമ്മൾ ഒരു കുട്ടീനെ ജസ്റ്റ് ഒരു ന്യൂ ബോൺ ബേബീനെ ജസ്റ്റ് ഒന്ന് തലോടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ ഒത്തിരി ഓക്സിറ്റോസിൻ ഉണ്ടാവുകയും അത് സ്മൈൽ ചെയ്യുകയും ചെയ്യും. അതേമാതിരി തന്നെയാണ് മനുഷ്യരും. അഡൾട്ട്സിന് ഏറ്റവും കൂടുതൽ ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ ലവ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മസാജ്. ഇപ്പം നമുക്ക് കഴുത്ത്, ബാക്കൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ലവ് ഹോർമോൺ ഉണ്ടാകുകയും അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ജെനിറ്റൽ ഏരിയ മസാജ് ചെയ്യുമ്പോൾ നാച്ചുറലി ലൂബ്രിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വെജൈനിസ്മസ് എന്നൊരു കണ്ടീഷനെ ഡീൽ ചെയ്യാൻ. പിന്നെ നാച്ചുറലി ദർ മേ ബി സം നേരത്തെ ഉണ്ടായിരുന്ന കുറേ ട്രോമാറ്റിക് ഇവൻറ്റ്സ് ഒക്കെ ഇതിനെ ബാധിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു നോർമൽ കേസിൽ പോലും വെജൈനിസ്മസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. പിന്നെ നാച്ചുറലി ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ടും സൈക്കോളജിക്കലിയും ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതല്ലാത്ത കണ്ടീഷൻസ്, അതൊക്കെ റൂൾ ഔട്ട് ചെയ്തുള്ള കണ്ടീഷൻസിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. താങ്ക് യു.